മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും പൈലറ്റ് കൊല്ലം കുണ്ടറ സ്വദേശി ഗിരീഷ് പിള്ളയാണ് മരിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. പൂനെയിലെ ബാവ്ധൻ മേഖലയിൽ വെച്ചാണ് ഈ ഹെലികോപ്റ്റർ തകരുന്നത്. അവിടെ ഓക്സ്ഫോർഡ് ഗോൾഫ് ക്ലബിന്റെ ഹെലിപാഡിൽ നിന്ന് രാവിലെ 7 മണിയോടെ അത് പറന്നുയർന്നു. 5 മിനിറ്റിനകം തന്നെ അത് തകർന്നു വീണു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഹെലികോപ്റ്ററിൽ ഈ അപകട സമയത്ത് 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ പ്രധാന ക്യാപ്റ്റൻ അത് മലയാളിയായിരുന്നു. ഗിരീഷ് കുമാർ പിള്ള എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കൊല്ലം കുണ്ടറ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഹരീഷ് കുമാറുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചതാണ്. ആ കുടുംബത്തിന് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹങ്ങൾ പൂനെയിലെ സസൂൺ ആശുപത്രിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. കേരള സമാജം പ്രവർത്തകരടക്കം ഇപ്പോൾ പൂനെയിലെ സസൂൺ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. വ്യോമസേനയിൽ നേരത്തെ ദീർഘകാലം പൈലറ്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഗിരീഷ് പിള്ളെ. അതിനുശേഷമാണ് ഈ ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഹെലികോപ്റ്റർ അദ്ദേഹം പറത്തുന്നത്. ചൊവ്വാഴ്ച NCP നേതാവ് സുനിൽ തസ്കരെ സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ്. ഇന്നലെ ഒരു ദിവസം നൈറ്റ് ഹോൾട്ട് ഈ മേഖലയിൽ ചെയ്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി അപകട സമയത്ത് മറ്റു പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. 2 പൈലറ്റുമാരും ഒരു എഞ്ചിനീയറുമാണ് ഈ സമയം ഈ അപകടത്തിൽപ്പെട്ടത്. ഈ സമയം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഏതായാലും അപകട കാരണത്തെക്കുറിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. പ്രാഥമികമായി ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഈ ബാവ്ധൻ മേഖല ഒരു മലമേഖലയാണ്. അവിടെ ലോ വിസിബിലിറ്റി ആയിരിക്കും ഒരുപക്ഷെ അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനപ്പുറത്തേക്കുള്ള കാരണങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. പൂനെയിൽ സ്ഥിരതാമസമാക്കിയ ആളാണ് ഈ മലയാളിയായ ഗിരീഷ് കുമാർ പിള്ളെ. ഏതായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പൂനെയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്.